ഉറങ്ങിയില്ലേ? കോടതിക്കാര് പറഞ്ഞ പരിശോധനയ്ക്ക് നീ പോവില്ലെന്ന് ബാലനോട് പറഞ്ഞോ? പറഞ്ഞു. നിന്നെ പരിശോധനയ്ക്ക് സമ്മതിപ്പിക്കാമെന്നാ ഞാൻ വക്കീലിനോട് പറഞ്ഞത്. ആര് വിചാരിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല അപ്പച്ചമ്മേ. എന്റെ കുഞ്ഞുമണിയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനൊരു ടെസ്റ്റ് വേറൊരു കുഞ്ഞിൻ്റെതുമായി നടത്തുന്നത്? നീ കൂടി ബാലന്റെ ഒപ്പം ചെന്നില്ലെങ്കിൽ പരിശോധന നടക്കത്തില്ല. നടക്കാതിരുന്ന ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് മോളെ. ആ ദൂഷ്യങ്ങൾ എന്നെയോ എന്റെ മകളെയോ ബാധിക്കില്ല. ബാലേട്ടനെ നിങ്ങളെയൊക്കെ ബാധിക്കൂ. അങ്ങനെ തീർത്ത് പറയണ്ട മോളെ. ബാലന്റെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചെറിയ സംശയം പോലും കുഞ്ഞുമണിയെ ഒരുപാട് ബാധിക്കും. ബാലന് കുഞ്ഞുമണിയോട് വേണ്ടത്ര താല്പര്യമില്ലെന്ന് നീ എത്രയോ തവണ എന്നോട് പരാതി പറഞ്ഞു. അപ്പോഴൊക്കെ എല്ലാം ശരിയാകുമെന്ന് ഞാൻ നിന്നെ സമാധാനിപ്പിച്ചു. ഈ പരിശോധന എല്ലാം ശരിയാകാനുള്ള ഒരു അവസരമായി കണ്ടൂടെ? അതെങ്ങനെ? മോളെ, നീ ആലോചിച്ചു നോക്ക്. ഈ പരിശോധനയിൽ നകുലൻ കൊണ്ടുവന്നത് നിന്റെയും ബാലന്റെയും കുഞ്ഞല്ലാന്ന് തെളിഞ്ഞാലോ? അതോടെ ബാലന്റെ സംശയമൊക്കെ മാറില്ലേ? അവൻ ഈ കുഞ്ഞിനെ കൂടുതൽ സ്നേഹിക്കില്ലേ? എന്തായാലും ഈ വീട്ടിൽ നിന്നൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നകുലൻ കൊണ്ടുവന്നത് കുട്ടിമണിയുടെ മോനെയാണെങ്കിലോ? അല്ല, അവൻ അനാഥനാകുന്നതും വിഷമോ അല്ലയോ മോളെ? നകുലേട്ടൻ കൊണ്ടുവന്നത് കുട്ടിമണിയുടെ കുഞ്ഞിനെയാണെങ്കിൽ DNA ടെസ്റ്റിൽ ബാലേട്ടന്റെ DNA-യുമായി അത് മാച്ച് ചെയ്യും. ബാലേട്ടന്റെ സഹോദരിയുടെ കുഞ്ഞാണെന്ന് തെളിയുകയും ചെയ്യും. അങ്ങനെ തെളിഞ്ഞാലും നകുലന്റെ കേസ് രാജിയാക്കാലോ. അതോടെ നിനക്ക് നിന്റെ വീട്ടുകാരുമായുള്ള പ്രശ്നവും തീരും. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നാളെ രക്തം കൊടുക്കാൻ നീയും വരുമെന്ന് ഞാൻ ബാലനോട് പോയി പറയാൻ പോവുക. പറയട്ടെ? അല്ലേലും എനിക്കറിയാമായിരുന്നു നീ സമ്മതിക്കുമെന്ന്. ഡാ മക്കളെ, പരിശോധനയ്ക്ക് വരാൻ നമ്മൾ സമ്മതിച്ചടാ. സത്യമാണോ അപ്പച്ചിയമ്മ പറയുന്നത്? അതെ മക്കളെ. അല്ല, എന്ത് മന്ത്രം അപ്പച്ചിയമ്മ പ്രയോഗിച്ചേ? അതൊന്നും നീ അറിയണ്ട. അപ്പച്ചിയമ്മയുടെ പ്രായമാകുമ്പോ നീയും ഇത്തരം സൂത്രങ്ങളൊക്കെ കണ്ടുപിടിക്കും കേട്ടോ. പരിശോധനയുടെ ഫലം വന്നാ നിനക്ക് നിന്റെ മോനെ തിരിച്ചു കിട്ടും. പക്ഷെ കുഞ്ഞുമണിക്കോ? അവളുടെ അച്ഛനെയും അമ്മയും നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? വേണം. അവരെവിടെയാണെങ്കിലും പോയി വിളിച്ചോണ്ട് വരണം. പിറന്നത് മോനാണെന്ന് തെളിഞ്ഞ സീത പിന്നെ കുഞ്ഞുമണിയോട് പഴയ സ്നേഹം കാണിച്ചെന്ന് വരില്ല. അന്ന് ഇപ്പൊ ഉള്ളതിനേക്കാൾ സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കൂ അപ്പച്ചമ്മേ. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് അവളെ ഒരുപാട് സ്നേഹിക്കാൻ എനിക്ക് പറ്റും. അച്ഛനാകാൻ എന്റെ മനസ്സിന് തടസ്സമുള്ളൂ. 2 കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ ഒരുമിച്ച് വളരും. വളർന്നോട്ടെ. പക്ഷേ മനസ്സുജനും കുട്ടിമണി ഇവിടെ വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. രവിക്ക് ശമ്പളം കിട്ടിത്തുടങ്ങുന്നതോടെ ഇവിടുത്തെ പ്രയാസങ്ങളും മാറും. ഒക്കെ കുഞ്ഞുമണിയുടെ ഭാഗ്യം. അന്നാ ജോത്സ്യൻ പറഞ്ഞതാ ഞാനിപ്പോ ഓർക്കുന്നത്. കുഞ്ഞുമണി അവരുടെ അച്ഛനും അമ്മാവന്മാർക്കും ഒക്കെ ഭാഗ്യം കൊണ്ടുവന്ന് തരും. അവളുടെ വല്യമ്മാവനായ നിന്റെ ആയുസ് തിരികെ കിട്ടിയില്ലേ? ഇപ്പൊ നിന്റെ കുഞ്ഞിനെയും ഉടനെ കിട്ടില്ലേ? കൊച്ചമ്മാവന് സ്വന്തം പോലൊരു സ്ഥാപനത്തിന് വലിയ ജോലിയും. ഇതിൽ പരം ഭാഗ്യം ഈ കുടുംബത്തിൽ എന്താടാ വേണ്ടത്? അപ്പച്ചിയമ്മ അവളെ എടുത്തോണ്ട് വരുമോ? അയ്യോ, ഞാൻ എടുത്തോണ്ട് വന്ന് നിന്റെ മടിയിൽ വെച്ച് തരാം, പോരെ? കുഞ്ഞുമണിയുടെ അച്ഛന്റെ സ്ഥാനത്തുള്ളവർക്കൊക്കെ നല്ല ഭാഗ്യം തന്നെ. അച്ഛന്റെ കാര്യം എങ്ങനെയാണോ എന്തോ.
പിച്ചളെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കച്ചവടം? ഇന്നത്തെ കച്ചവടം തിരക്കടില്ലായിരുന്നു ബായ്. എടുത്തത് മുഴുവൻ വിറ്റ് തീർന്നു. ഇനി നമുക്ക് ഇത്തിരി കൂട്ടാൻ വെക്കാനുള്ളതേ ബാക്കിയുള്ളൂ. അല്ല, ബായ് മുംതാസ് മേഡത്തെ കാണാൻ പോയിരുന്നു? പോയി പിച്ചളെ. മുമ്പ് പിച്ചള പറഞ്ഞില്ലേ, നമ്മൾ പുറകെ എന്നാലേ പോലീസുകാർ ഓരോന്ന് ചെയ്യുമെന്ന്. അത് സത്യമാണ്. രാഹുലിന്റെ ഫോൺ നമ്പർ അവർക്ക് കിട്ടിയിട്ട് ദിവസങ്ങളായി. ഒരു പോലീസുകാരൻ അവനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാനും പറഞ്ഞു. പക്ഷേ അവൻ ഇതുവരെ ചെന്നിട്ടില്ല. അവൻ കള്ളനാന്ന് ഉറപ്പായില്ല. പോലീസുകാർക്ക് ചെന്ന് പിടിച്ചൂടാണ്. ഇത് തന്നെ ഞാനും മാഡത്തോട് ചോദിച്ചത്. കേസിൽ ഫോളോ അപ്പ് ചെയ്യാത്തതിന് അവർ എസ് ഐ വഴക്കുറയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓഫോ? സംശയിക്കേണ്ട ബായ്, കുട്ടിമണി പെങ്ങൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. പോലീസിനെ കൂടുതൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല പിച്ചളെ. കുട്ടുവിനെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങണം. ബായ്, ഈ രാഹുലിനെ നമുക്കൊന്ന് സ്കെച്ച് ചെയ്താൽ. ഞാൻ മുംതാസ് മാഡത്തോട് അവൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. പക്ഷെ മാഡം തന്നില്ല. പോലീസുകാർ തരുന്ന് പ്രതീക്ഷിക്കേണ്ട ബായ്, നമുക്ക് വേറെ വഴി നോക്കാം. പോലീസുകാർക്ക് അവന്റെ നമ്പർ കിട്ടിയ ഒരു റൂട്ട് ഉണ്ടാവില്ല. നമുക്ക് ആ റൂട്ട് തന്നെ പിടിച്ചാലോ? അവൻ്റെ നമ്പർ അവർക്ക് കൊടുത്തത് ജലജകുമാരിയാവും. നമ്മൾ ചോദിച്ചാൽ അവർ നമ്പർ തരില്ല പിച്ചളെ. അവര് തന്നില്ലെങ്കിലും ശീലാവതിക്ക് ഫോൺ നമ്പർ അറിയില്ലേ? ആ സ്ത്രീയോട് ചോദിക്കാൻ പറ്റും. ബായ് കുറെ അലഞ്ഞല്ലേ, ഇനി ഇത്ര റെസ്റ്റ് എടുക്കും. ശീലാവതിയെ ഞാൻ പോയി കണ്ടോ. ഞാനും വരാൻ പിച്ചളെ. കുട്ടുവിനെ കണ്ടുപിടിക്കുന്നവരെ എനിക്ക് വിശ്രമിക്കാനാവില്ല. ഇടയ്ക്കൊന്ന് വിശ്രമിക്കണം ബായ്, എന്നാലേ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കുതിക്കാൻ പറ്റൂ. ഞാൻ ശീലാവതിയെ കണ്ടിട്ട് വേഗം വരാം. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. പി 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 എന്നാ വിക്കട്ടെ. നിന്നെപ്പോലെ തന്നെ ഒരു മോളുണ്ടായിരുന്നു എനിക്ക്, ശ്രീകുട്ടി. ഈ ബ്രഹ്മശ്രീ മംഗലത്തിന്റെ സ്ത്രീ ആയിരുന്നു അവൻ. അതൊക്കെ എനിക്കറിയാം. രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്താ പറഞ്ഞത്? ഓ, എന്താ പറഞ്ഞേ? പിടിയേറ്റി. ആ ചേച്ചി മരിച്ചു പോയല്ലേ? കേട്ടല്ലേ? അതെ, ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപ് അവൾ പോയി. ഞാൻ പറഞ്ഞില്ലേ, മരിച്ചു കഴിഞ്ഞാ പിന്നെ കാണാൻ പറ്റത്തില്ല. സങ്കടമാ. കരയണ്ട കേട്ടോ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതുകൊണ്ട് ഒരുപാട് ലാളിച്ചാ വളർത്തിയത്. വലിയ കുട്ടിയായിട്ടും ഉറങ്ങണമെങ്കിൽ ഞാൻ കഥ പറഞ്ഞു കൊടുക്കണം. നന്നായിട്ട് പാടും, നൃത്തം ചെയ്യും, പഠിത്തത്തിനും മിടിക്കും. ഡോക്ടറാകണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഏതെങ്കിലും കോളേജിൽ പഠിച്ചാൽ മതിയെന്ന് ആകുന്നതും പറഞ്ഞതാ. അവൾക്കപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, കണ്ണെത്താ ദൂരത്തുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ. കണ്ണു നിറഞ്ഞ് നെഞ്ചു പൊളിഞ്ഞ ഞാൻ അവളെ യാത്രയാക്കിയത്. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അയ്യോ, പിന്നെ എങ്ങനെയാ മരിച്ചു എന്നറിഞ്ഞേ? പോലീസുകാർ പറഞ്ഞത് ഹോസ്റ്റലിലെ റാഗിങ് സഹിക്കാനാവാതെ ട്രെയിനിന്റെ മുമ്പിൽ ചാടിയെന്ന. ചിന്നിച്ചിതറിപ്പോയി എന്റെ മോള്, ഈ കുടുംബത്തിന്റെ ശ്രീ. ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു ഞാൻ. വലിയ ഡോക്ടറായി അമ്മയെ എന്നും ചികിത്സിച്ചു കൊള്ളാമെന്ന് പറഞ്ഞവളെ തുന്നിക്കൂട്ടിയൊരു മാംസപിണ്ഡമായി കാണണ്ട എന്ന് പറഞ്ഞു ഞാൻ. ഒന്നവര് തന്നെ കീറി മുറിച്ച് പഠിക്കട്ടെ എന്ന് കരുതി ആ മെഡിക്കൽ കോളേജിൽ തന്നെ വിട്ടുകൊടുത്തു എന്റെ മോളെ ശരീരം. 4 പെൺപിള്ള എന്റെ മോളെ കൊന്നവർ. പണവും സ്വാധീനവും ഉപയോഗിച്ച് അവർ കേസിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ഒരു കാലത്ത് ഉപാസനയും മന്ത്രവാദവും ഉണ്ടായിരുന്ന കുടുംബമായത്. ഇവിടത്തെ കുട്ടിയെ ഇല്ലാതാക്കിയവരെ ജീവിക്കാൻ അനുവദിക്കില്ല. പൂർവികരുടെ ആത്മാക്കൾ. കൊന്നവരിൽ ഒരാൾ പിന്നെ ആത്മഹത്യ ചെയ്തു, വേറൊരാൾ ആക്സിഡന്റിൽ മരിച്ചു, പിന്നെ ഒരാളെ സ്വന്തം ഭർത്താവ് വെട്ടിക്കൊന്നു. ഇനി ഒരാൾ കൂടി അവളുടെ മരണവാർത്ത വായിക്കാൻ വേണ്ടിയാ
ഞാനിവിടെ പത്രം വരുത്തുന്നു. അതും കൂടെ വായിച്ചിട്ടേ ഞാൻ ഈ ലോകം വിട്ടു പോകും. ആര് മരിച്ചാലും അവരുടെ അമ്മമാര് കരയില്ലേ? ഇതുപോലെ അവർക്ക് സങ്കടം വരില്ലേ? കുറ്റുവാണി മരിച്ച ആരും കരയില്ല. കുറ്റുവാണി അമ്മയില്ലല്ലോ. ആരാ പറഞ്ഞത് നിനക്ക് അമ്മയില്ലെന്ന്? ഞാനാ നിന്റെ അമ്മ. എന്റെ ശ്രീകുട്ടിയാ നീ. ആണോ? അതെ. അപ്പൊ കുറ്റുമണി ശ്രീകുട്ടി, ശ്രീകുട്ടി കുറ്റുമണി. അപ്പൊ ശ്രീ കുറ്റുമണി അല്ലേ? ഇനി എന്നെ വിട്ട് എങ്ങും പോകരുത്. ഇല്ല ഇല്ല. പക്ഷേ ഉറങ്ങാൻ ഞാൻ രാഹുലിന്റെ വീട്ടിൽ പോകും. ഗേറ്റും വാതിലും ഒക്കെ തുറന്നു കിടക്കുന്നല്ലോ. ഭൂതം എന്നെ പിടിച്ച് വിഴുങ്ങുമോ എന്തോ. അതിന് തിരട്ടെ 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 തിരട്ടെ. നീ വന്നോ? എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഓ, ഒന്നും പറയണ്ട. മാമന്റെ മോടെ കല്യാണത്തിന് പോയതാ അങ്ങ് ഗുരുവായൂരില്. പിന്നെ ഞങ്ങള് മലമ്പുഴയിലും കൊച്ചിയിലും ഒക്കെ ഒന്ന് കറങ്ങി. 4-5 ദിവസം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. അയ്യോ, ഇതാരാ? ഇത് ഞാൻ തിരിച്ചു വെക്കേണ്ട ചോദ്യമല്ലേ? നീ ആരാ? നീ ആരാന്ന് ഞാൻ നിന്നോട് ചോദിക്കുമ്പോ നീ എന്നോട് ചോദിക്കുന്നു നീ ആരാന്ന്. ഇതാ കുട്ടുമണി, എന്റെ ജോലിക്കാരി. അത് ഇവളല്ലേ? എടി, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിച്ചായിരുന്നു. ഈ അമ്മയ്ക്ക് വയ്യെന്ന് നിനക്ക് അറിയത്തില്ലേടി? എന്നിട്ട് നീ എന്താ ഇത്രയും ദിവസം വരായിരുന്നേ? അത് ഞാൻ ബോധിപ്പിക്കേണ്ടവരോട് ബോധിപ്പിച്ചോളാം. നീ അത് എന്നോട് ബോധിപ്പിച്ചേ പറ്റൂ. 2 ദിവസം മുമ്പേ ഞാൻ വന്ന് നോക്കിയില്ലായിരുന്നെങ്കിലേ ഈ അമ്മ ഇപ്പൊ ചത്തുപോയനെ. അറിയാതെ നിനക്ക്? അമ്മ അമ്മ ഇവളെ നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച 4 ഈട് വെച്ച് കൊടുക്കണം. ആടാ വേണ്ടത്. എടി 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 നിനക്കറിയാവോ, ഞാൻ വന്ന് നോക്കുമ്പേ ഈ വണ്ടിക്കാശ്ശേരി നുരിഞ്ഞു വീണ് കിടക്കുമായിരുന്നു ഈ അമ്മ. അനങ്ങ പോലും മേലായിരുന്നു. ഒക്കെ ഒക്കെ നീ കാരണ. ആഹാ, നിന്നെ നിന്നെ ഞാനൊരു കൊല്ലാടി. അയ്യോ, നീ അമ്മ നോക്കണം. കുട്ടുമണി, ഒന്നും ചെയ്യാതെ. ഈ അമ്മ പറഞ്ഞോണ്ട് ഞാൻ നിന്നെ വെറുതെ വിടും. ഇറങ്ങി പോയി, ഇറങ്ങി പോയി. ഇനി നിന്നെ ഇവരെങ്ങാനും കാണണ്ട. പോയി. അയ്യോ, അവള് പോയി. എന്റെ ദേഷ്യം അങ്ങോട്ട് തീരുന്നില്ല. ജോലിക്കാരി ജോലിക്കാരി സാധനം. അവള് ചെയ്തത് തെറ്റ് തന്നെ. എന്നാണ് എന്നെ ഇനി ആരും നോക്കും കുട്ടുമണി? ഞാൻ നോക്കും. രാഹുലിന്റെ വീട്ടിൽ ഞാൻ ആഹാരം കൊണ്ടും തരും. എന്നോടാ കളി. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവും മോളെ. അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഞാനൊരു ജോലിക്കാരി കൊണ്ട് തരട്ടോ? അതാരാ നിന്റെ അറിവിലുള്ള ജോലിക്കാരി? അതൊക്കെ ഉണ്ട്. ഞാൻ രാഹുലിനോട് പറയാവേ. പോയിട്ട് രാത്രി വരാവേ. ഓക്കെ. രാഹുല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കുട്ടിമണി? അതെ, അപ്പുറത്തെ ആ വേലക്കാരി അവളെ ഞാൻ ഓടിച്ചു വിട്ടു. ഇനി ഇവിടെ കണ്ടുവല്ലോ. എന്തിന്? അവര് വരാതിട്ടല്ലേ ആ അമ്മ വിശന്നിരുന്നേ. അവക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ആ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ ആളെ കിട്ടാൻ വലിയ പാടാ കുട്ടിമണി. ഒരു പ്രത്യേക തരക്കാരിയാ അവര്. ആരുമായിട്ട് അവരങ്ങനെ ഒത്തുപോയില്ല. ഓ, ഞാൻ ഒത്തുപോകുന്നുണ്ടല്ലോ. നീ എന്താ അവരുടെ വേലക്കാരിയാവാൻ പോവാണ്? ഞാനല്ല രാഹുല. നമുക്ക് നമ്മുടെ ശീലാവതിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ? ആ അമ്മ പാവല്ല രാഹുല. നല്ല കക്ഷിയ ശീലാവതി. തുപ്പിയ ചായ വരെ കൊണ്ടുകൊടുക്കാൻ മടിയില്ലാത്ത ആളാ അവര്. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. രാഹുലിനൊന്ന് വിളിച്ചോണ്ട് വന്നാ മതി. എന്നാലും ശരിയാവോ? ശരിയാവും. ഇനി അവര് നമ്പൂതിരിയെ അകത്ത് കേട്ടല്ലെങ്കിൽ നമുക്ക് ശീലാവതി അന്തർജനാണെന്ന് പറയാം. ഇടി ഭയങ്കരി, നീ എന്റെ കൂടെ കൂടി എല്ലാ കള്ളത്തിനും പഠിച്ചല്ലോ. രാഹുലന്റെ വീടാണോ ഇത്? ഇതാ രാഹുലൻ. അപ്പൊ നീയോ? ഞാനാ. ഞാൻ കുട്ടിമണി അന്തർജനം. ഓഹോ,
അപ്പൊ മുംതാസ് മാഡം ഊഹിച്ചത് ശരി തന്നെ. ആ, നീയാണ് ഇവളെ തട്ടിക്കൊണ്ടു വന്നതല്ലേ? അയ്യോ ഏ? എന്നെ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല. ഞാൻ രാഹുലിന്റെ കൂടെ ഓടി വന്നതാ. നേരാണോടാ? ആ. അതെ സാറേ, ഇവള് പറയുന്നത് സത്യമാ. പിന്നെ നീ എന്താടാ ഞാൻ വിളിച്ചിട്ട് സ്റ്റേഷനിൽ വരാത്തത്? എന്തിനാടാ ഫോൺ ഓഫ് ചെയ്ത്? അത് പേടിച്ചിട്ടാ സാറേ. ആ, പക്ഷെ എനിക്ക് പോലീസിനൊന്നും പേടിയില്ല. എന്തിനാ പേടിച്ചെന്നെ? കള്ളന്മാരല്ലേ പേടിച്ചെന്നെ? നാളെ രാവിലെ 10 മണിക്ക് SP ഓഫീസിലേക്ക് വരാനാ മുംതാസ് മാഡം പറഞ്ഞിരിക്കുന്നത്. ഓ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്ക്. ഓ ശരി സാർ. ആ, ശരി സാർ. ഉം. ആ, ഞാൻ ടാറ്റ പറയത്തു. മിണ്ടല്ലേ. ഞാൻ ടാറ്റ പറയാം. പോലീസുകാരൻ എന്തിനാ വന്നത്? അതെ, ഞങ്ങളെ കാണാൻ വന്നാ. അത് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നതാ. നാളെ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുവോ? ആ, ഞാനും ചെല്ലാൻ പറഞ്ഞു. നീ പാസ്പോർട്ട് എടുക്കുന്നുണ്ടോ? അത് ഇവിടെ ഇരുന്ന് ബോറടിക്കുമല്ലേ, ഒരു ചേഞ്ചിന്. ഇപ്പൊ പോയി ഞാൻ. എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കില്ലേ കുട്ടിമണി? ആ, ഇല്ല ഞാനൊന്നും മിണ്ടുന്നില്ലേ. വാ. എന്റെ മക്കളെ മക്കളെ, അപ്പച്ചമ്മയുടെ പുത്താണ്. ഇത്രയും കാലം ഇവളോട് ഞാൻ എന്തിനാ അകൽച്ച കാണിച്ചെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല അപ്പച്ചമ്മ. എനിക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടതിന് പാവം ഇവളെന്ത് പിഴച്ചു? ഇവളോട് നിനക്ക് വെറുപ്പും വിദ്വേഷവുമൊന്നും ഇല്ലെന്ന് എനിക്കറിയാമായിരുന്നു ബാല. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ തോന്നിയ ഒരു വാശി. എന്റെ കുഞ്ഞിനെ കിട്ടാതെ ലോകത്ത് വേറൊരു കുഞ്ഞിനെയും സ്നേഹിക്കില്ല എന്ന് നീ അങ്ങ് തീരുമാനിച്ചു. ഇപ്പോ മോനെ കിട്ടാനുള്ള വഴി തെളിഞ്ഞു വന്നപ്പോ നിന്റെ സ്നേഹം പുറത്തു വന്നു. അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ പൂന്തോട്ടത്തിലെ പൂക്കളാ ഭൂമിയിൽ കുഞ്ഞുങ്ങളായി പിറക്കുന്നത്. ദൈവം ഇങ്ങനെ ഓരോന്ന് പറിച്ച് ഭൂമിയിലേക്കിടും. ചില പൂക്കൾ അത് ഇഷ്ടപ്പെടുന്നവരുടെ കയ്യിലേക്ക് വീഴും, മറ്റു ചിലത് ചേറിലേക്ക്. ചേറിൽ വിരിയുന്ന താമരയ്ക്കെന്താ ഭംഗിയില്ലേ? നമ്മുടെ രാജകുമാരി എവിടെയും രാജകുമാരൻ ചേറിലുവാ വീണത്. അതെ, ആ ചേറിൽ നിന്നും അവനെ വീണ്ടെടുക്കാനുള്ള അടുത്ത പടിയാണല്ലോ ഇന്നത്തെ യാത്ര. അല്ല, സീത ഇതുവരെ റെഡിയായില്ലേ? ഒരുക്കമൊക്കെ നേരത്തെ കഴിഞ്ഞ് അവള് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന DNA ടെസ്റ്റ് നെഗറ്റീവ് ആകാനായിരിക്കും അല്ലേ അപ്പച്ചമ്മേ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാറാനുള്ളതാണോ ദൈവഹിതം? മക്കള് വിഷമിക്കണ്ട. അപ്പച്ചി അമ്മയും അപ്പച്ചി അപ്പനും അവളേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഉമ്മറത്തേക്ക് ഇരിക്കാം. അപ്പച്ചമ്മേ, കുഞ്ഞുമണിയെ ഒന്ന് മോളെ. ഇനി അമ്മാവനൊരു ഉമ്മ കൊടുത്തേ. നമുക്കിറങ്ങാം. ആ ഇറങ്ങാം. അമ്മ പോയിട്ട് വേഗം വരാട്ടോ. ശരി അപ്പച്ചപ്പ. അപ്പച്ചമ്മ, ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അയ്യോ, നീ വിഷമിക്കണ്ട. ഇപ്പൊ തന്നെ അടുത്തത് തരാം. അയ്യോ വേണ്ട. അത് എനിക്കിന്ന് വീട്ടിലേക്കൊന്ന് പോണോ. അവിടെ എന്താ നിന്റെ തള്ളയുടെ 16 അടി എന്തിനാണോ ഇന്ന്? ഇങ്ങനൊന്നും പറയല്ലേ അപ്പച്ചമ്മ. അമ്മ വയ്യാണ്ട് കിടക്കണെന്ന് ഞാൻ ഇന്നലെ ദുസ്വപ്നം കണ്ടു. അവര് വയ്യാതെ കിടക്കുന്നത് എങ്ങനെയാണ് ദുസ്വപ്നമാകുന്നത്? അതൊരു സുന്ദരമായ സ്വപ്നമല്ലേ? അല്ല, നിന്നെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ? പിന്നെ നിനക്കെന്താ ഇത്ര വിഷമം? എത്രയൊക്കെ ആയാലും അമ്മയല്ലേ അപ്പച്ചമ്മ. ഞാൻ പോയിട്ട് വേഗം ഇങ്ങി വരാം. ആ പോയ്ക്കോ. പക്ഷെ ഇവിടെ നിറങ്ങിയാ പിന്നെ തിരിച്ചു വന്നേക്കരുത്. അങ്ങനെയാണെങ്കിൽ വണ്ടി കൂലിക്ക് 10 രൂപ ഞാൻ തരാം. വരാതെ പിന്നെ ഞാൻ എവിടെ പോവാനാ അപ്പച്ചമ്മ?
കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് പിന്നെ ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത്? 4 മണിക്കൂർ തൊഴിയാൻ വെച്ച് തരും. ഒരു ഭാര്യ വന്നേക്കുന്നു. പാട്ടോടുന്നൊരു സ്ഥലം വിടടി. അയ്യോ, എന്റെ തല ഇറങ്ങുന്ന ഓടിവാ. അപ്പച്ചമ്മേ, എന്താ എന്ത് പറ്റി മോളെ? തല ഇറങ്ങുന്നു. തള്ളയെ കാണാൻ പോവാൻ നമ്മുടെ ഇന്ന് ഓട്ടോ കാശ് വാങ്ങിക്കാനുള്ള അടവ്. അല്ലാതെ പിന്നെ എന്തോന്നാ? അയ്യോ, ഞാനൊന്ന് അവിടെ ഇരിക്കട്ടെ. അവിടെ ദാണ്ടെ, ഈ വെളച്ചിലൊന്നും വേണ്ട. തിരിച്ചു വരില്ല എന്ന് സമ്മതിച്ചാ ഓട്ടോറിക്ഷ പിടിച്ച് നിന്നെ വീട്ടിലയക്കാം. അത് വേണ്ട, എനിക്കൊന്ന് കിടക്കണം. അയ്യോ, എന്താടി ഇന്ന് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചില്ലേ? എനിക്കൊന്നും വേണ്ടെന്ന് തോന്നി. ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ല. അയ്യോ പാവം, ഒന്നും കഴിക്കാതെ രാവിലെ മുതൽ ജോലി ചെയ്യുന്നത്, അതാ ക്ഷീണം. ആയിരിക്കും. വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു രാവിലെ മുതൽ. ആ സുഭദ്രേ, കുഞ്ഞുമണി അങ്ങ് തന്നേക്ക്, എന്നിട്ട് ഇവളെ കൊണ്ടുപോയി കിടത്ത്. പിന്നെ എനിക്കങ്ങ് നേരമില്ല. അത്രയ്ക്ക് ദണ്ണമാണെങ്കിലേ നിങ്ങൾ കൊണ്ടുപോയി കിടത്തിക്കോ. അവളുടെ ഒരു ബാലെ. വേണ്ട അപ്പച്ചിപ്പ, തൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പച്ചിപ്പ പൊയ്ക്കോ. അയ്യോ, ഇറങ്ങുന്നേ. ശരി സാറേ, എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ശരി. തമ്പി സാറാണ് വിളിച്ചത്. ഓ, ബാംഗ്ലൂരിൽ രവിയേട്ടൻ ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന്. എന്തായാലും വയലോരം വീടിന് ഫിനാൻഷ്യലി സേഫാ. ഫിനാൻസിലും ജീവിതത്തിലും ഒന്നും സേഫ് ആവാത്തത് മനസ്സിജമ്പായി. ഫിനാൻഷ്യലി സേഫ് ആവാനുള്ള വഴിയും തമ്പി സാറ് പറഞ്ഞു. സാറ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചെന്ന് കാണണമെന്ന്. നാട്ടിലെ ബിസിനസ്സുകൾ ഞാൻ നോക്കണമെന്നാണ് തമ്പി സാർ പറഞ്ഞത്. നന്നായി. എത്ര നാളാ ബായി ഇങ്ങനെ ഈ പഴയ കള്ളന്റെ കൂടെ ജീവിക്കുക? ചിറകങ്ങട് വിരിച്ച് പറക്കണ്ട സമയം. ജീവനും ശരീരമില്ലാതെ ഞാൻ എങ്ങനെയാ പിച്ചളെ പറക്കുന്നത്? എൻ്റെ ശരീരം കുട്ടുവും ജീവൻ കുഞ്ഞുമണിയുമാ പിച്ചളെ. എന്നോടുള്ള സ്നേഹം കുട്ടുവിന് കളഞ്ഞു പോയപ്പോൾ എൻ്റെ കുഞ്ഞുമണിയോടുള്ള സ്നേഹം എനിക്ക് താഴിട്ട് പൂട്ടേണ്ടി വന്നു. അവളുടെ കൊഞ്ചലുകൾ കാണാതെ, അവളുടെ വളർച്ച അറിയാതെ, ഒരു താരാട്ടുപാട്ട് പോലും മൂളാതെ ഞാനിങ്ങനെ. വിഷമിക്കാതെ ബായി, എല്ലാം ശരിയാവും. എൻ്റെ വിഷമം മുകളിലിരുന്നുറങ്ങുന്ന ദൈവങ്ങൾ കാണുന്നില്ലല്ലോ പിച്ചളെ. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? DNA ടെസ്റ്റിന്റെ ഫലം കാത്തിരിക്കുക ബാലേട്ടനും വയലൂരും വീട്ടുകാരും വന്ന തമ്പി സാർ പറഞ്ഞത്. ആ കുഞ്ഞ് ബാലേട്ടനെയും സീതയെടുത്തിനും തന്നെയാണെന്ന കാര്യത്തിൽ സീതയെടുത്തിക്കൊഴികെ ആർക്കും സംശയമില്ല, എനിക്കും. റിസൾട്ട് വന്ന സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സീതയെടുത്തി നമ്മുടെ കുഞ്ഞുമണിയെ വെറുക്കില്ലേ? അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല ബായി. 2 കുഞ്ഞുങ്ങളെയും സീതയിടത്തി വളർത്തിക്കൊള്ളുന്ന മുമ്പ് ബായി എന്നെ പറഞ്ഞിട്ടില്ല എന്നോട്? ഉണ്ട്. എന്നാലും ഒരു സംശയവും വേണ്ട. മനസ്സിജമ്പായുടെ സ്നേഹം പെയ്യുന്നത് കണ്ണീരായിട്ടാണെങ്കിൽ സീതപ്പങ്ങളുടെ സ്നേഹം പെരുമഴയാ. അതും കൊടും വരൾച്ചക്കിടയിൽ പെയ്യുന്ന പെരുമഴ. അവര് 2 കുഞ്ഞുങ്ങളെയും സ്വന്തം പോലെ സ്നേഹിച്ചോളും. മുംതാസ് മേഡം. ഹലോ മാഡം. മനസ്സിജൻ, കുട്ടിമണിയെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. എവിടെ ഉണ്ട് എന്റെ കുട്ടിമണി? നിങ്ങൾ സംശയിച്ചതുപോലെ രാഹുലൻ തന്നെയാ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോ അത് ഇത്തിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. രാഹുലിന്റെ വീട്ടിൽ അന്വേഷിച്ചു ചെന്ന പോലീസുകാരോട് കുട്ടിമണി പറഞ്ഞത് താൻ സ്വന്തം ഇഷ്ടപ്രകാരം രാഹുലിന്റെ കൂടെ ഇറങ്ങിച്ചെന്നതാണെന്നാ. ഇല്ല മാഡം, എന്റെ കുട്ടി അങ്ങനെയൊന്നും പറയില്ല. അത് നിങ്ങളുടെ വിശ്വാസം. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് രാഹുലൻ കുട്ടിമണിയെയും കൂട്ടി SP ഓഫീസിൽ വരും. നിങ്ങളും അവിടെ എത്തണം. ഞാൻ എത്തിക്കോളാം. എന്താ ബായി, മാഡം എന്താ പറഞ്ഞത്? നമ്മുടെ സംശയം തെറ്റിയില്ല പിച്ചളെ. കുട്ടുവിനെ കൊണ്ടുപോയത് രാഹുലൻ തന്നെയാ. അവന്റെ വീട്ടിലുണ്ടാവള്. എന്നിട്ട് പോലീസുകാരെന്താ കൈയും കെട്ടിയിരിക്കുന്നത്? എന്താ അവനെ അറസ്റ്റ് ചെയ്യാത്തത്? കുട്ടിമണി പെങ്ങളെ ഉടനെ ചികിത്സിക്കണമെന്ന് പറയാൻ പാടില്ലായിരുന്നു ബായിക്ക്. സ്വന്തം ഇഷ്ടത്തിനാ രാഹുലിന്റെ ഒപ്പം പോയതെന്ന് കുട്ടു പറഞ്ഞെന്ന്. ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്? ഈ ജന്മം അങ്ങ് തീർത്തേക്കട്ടെ പിച്ചളെ. ശരീരം കുട്ടിമണി പെങ്ങളും ജീവൻ കുഞ്ഞുമണിയാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ടല്ലോ ബായി.
പിന്നെ എങ്ങനെയാ അത് രണ്ടും നശിപ്പിക്കാൻ പറ്റുന്നത്? ബായ് സമാധാനായിരിക്കും. മാണിക്യമംഗലത്ത് രാഹുലൻ കുട്ടിമണി പെങ്ങളെ രക്ഷിച്ചതായിരിക്കും. അല്ല, എവിടെ ചെല്ലാനാ മാഡം പറഞ്ഞത്? SP ഓഫീസിൽ നാളെ രാവിലെ. കുട്ടിമണി, ആ. പോലീസുകാർ എത്ര ചോദിച്ചാലും നീ പൂർണ്ണ സമ്മതത്തോടെ എനിക്കൊപ്പം വന്നെന്നെ പറയാവൂ. കേട്ടോ കുട്ടിമണി? ഓ, ഇതെന്നാ വത്താനാ രാഹുല? സത്യല്ലേ ഞാൻ പറയുന്നേ? രാഹുലിന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ വരുമോ? ആശുപത്രി വെച്ച് എത്ര പേര് വന്നതാ? അവരുടെ കൂടെ ഒക്കെ ഞാൻ പോയായിരുന്നോ? ചിലപ്പോ അന്ന് ഹോസ്പിറ്റലിൽ വന്ന കള്ളന്മാരില്ലേ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കും. അപ്പൊ നീ എന്തു പറയും? അവരെ പിടിച്ച് 4 ഇടി വെച്ചെടുക്കാൻ പോലീസിനോട് പറയും. എന്നടാ കളി? ഉറപ്പാണോ കുട്ടിമണി? അങ്ങനെ തന്നെ പറയൂ. അതെ, പറഞ്ഞില്ലെങ്കിൽ ഇടി മുഴുവൻ കിട്ടുന്നത് എനിക്കായിരിക്കും. രാവിലെ ഞാൻ ഏറ്റെന്ന്. എങ്കിൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് പോയി കിടന്ന് ഉറങ്ങാല്ലേ? ഞാനും ഉറങ്ങാൻ പോവാ. രാവിലെ ധൈര്യമായിട്ട് പൊക്കോന്നെ. പേടിച്ചണ്ടാ കുറ്റനല്ലേ പറയുന്നേ? അവക്കോ അയ്യോ, അത് കടിക്കില്ലേടാ, കടിക്കില്ലേ. കുഞ്ഞിനെ ഇവിടെ കിടത്തിയിരിക്കായിരുന്നോ? ഞാൻ എടുക്കാം മോളെ. ബാലൻ എവിടെ അന്വേഷിക്കും? വേണ്ട പച്ചമ്മേ, അമ്മാവന് അനന്തരവളെ കാണാതിരിക്കാൻ പറ്റാണ്ടായി അല്ലേ? അതോ DNA ടെസ്റ്റിലൂടെ കിട്ടാൻ പോകുന്ന കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള റിഹേഴ്സലിന് വേണ്ടിയിട്ടാണോ എന്റെ കുഞ്ഞിനെ അന്വേഷിക്കുന്നത്? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അപ്പച്ചമ്മേ? ഇന്നലെ കുഞ്ഞിനെ കൊണ്ട് അമ്മാവൻ ഉമ്മ ഓടിപ്പിക്കുന്ന ഞാൻ കണ്ടു. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെയും ബാലേട്ടന്റെയും കുഞ്ഞായിട്ട് ഇവളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കാണാൻ പറ്റുന്നോ അന്ന് എന്റെ മോളെ തൊട്ടാ മതി. ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാല്ലേ. അപ്പച്ചമ്മ ചെല്ല്. ഇതിനൊക്കെ കാരണക്കാരി അവളാ. എന്നിട്ട് അവള് മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുന്നു. കാണിച്ചു കൊടുക്കാൻ ഞാൻ. നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയ്ക്ക് അവളെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? പണ്ട് പറഞ്ഞത് കളവായിരുന്നെന്ന് അവൾ എന്നോട് സമ്മതിച്ചതാ. അവളെ വിശ്വസിക്കരുത് മോളെ. അതുമല്ല, അവള് തക്കം പോലെ തരം മാറും. എന്നോടൊന്നു പറയും, നിന്നോട് വേറൊന്നു പറയും. അല്ല, അവളെ നിനക്ക് അറിഞ്ഞൂടെ മോളെ? എനിക്കറിയാം അപ്പച്ചമ്മേ. പക്ഷെ അപ്പച്ചമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു അമ്മയാ. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ ചുറ്റി നിന്ന് പറയാ കുഞ്ഞുമണി എന്റെ മോളല്ല എന്ന്. ഒറ്റയ്ക്കാ ഞാൻ. ആ സമയത്ത് കിട്ടുന്ന ഏത് കച്ചിത്തുരുമ്പിലും ഞാൻ കയറി പിടിച്ചെന്നിരിക്കും. അത് നീട്ടുന്നവരുടെ സ്വഭാവമോ തരമോ ഒന്നും നോക്കാതെ തന്നെ. ശരിയാ മക്കള് പറഞ്ഞത്. എന്തായാലും പരിശോധനയുടെ ഫലം വരുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുമല്ലോ. നമുക്ക് അതുവരെ കാത്തിരിക്കാം. അതെ, പക്ഷേ DNA ടെസ്റ്റ് നടത്താൻ പോലും അപ്പച്ചമ്മ എന്നോട് നുണ പറഞ്ഞു. എന്റെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നേടിയെടുത്തു. സീതയോട് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് അപ്പച്ചമ്മ ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളായിരുന്നു. ഇവിടെ സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ ഒരു തലക്കറക്കം. എടി, നിന്റെ സകല കളി ഇന്നിവിടെ അവസാനിപ്പിക്കും. പറയടി, നീ ബാലന്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കടത്തിയില്ലേ? കുട്ടിമണിയുടെ മോളല്ലേ കുഞ്ഞുമണി? അതെ, എനിക്ക് വല്ലാതെ തല കറങ്ങുന്നു അപ്പച്ചമ്മ. നിന്റെ തല പോയാലും എനിക്കൊന്ന് അറിയണം. കുട്ടിമണിയുടെ മോളല്ലേ കുഞ്ഞുമണി? ഔ, ചത്തിട്ടില്ല, ബോധം പോയതാ. അവിടെ കിടക്കടി, കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു.
ആക്ടിങ്. മതികലൊക്കെ അഭിനയിക്കാൻ അറിയില്ലെന്നേ നിങ്ങളെ പറയൂ. അപ്പൊ എന്റെ അഭിനയം എങ്ങനെയുണ്ടടി? ഞാൻ തിരിച്ചു പോയിന്ന് തന്നെ നീ വിശ്വസിച്ചു അല്ലേ? കുഞ്ഞിന്റെ കാര്യത്തിൽ സത്യം എന്താണെന്ന് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ എനിക്കറിയാം. ഞാനൊന്നും ചെയ്യാത്തതേ ബാലനെ സീതയെ ഓർത്തിട്ടാ. നിന്റെ ഉത്തരം എന്തായാലും സീതയ്ക്കോ ബാലനോ ഒരാൾക്ക് വേദനിക്കും. അത് വേണ്ട. പരിശോധനയുടെ ഫലം വരട്ടെ. എന്റെ പൊന്നു മോളെ, അന്ന് നിന്റെ കട്ട പുകയാ കാണിച്ചാടി നിന്നെ ഞാൻ. ഇതെന്താ ഉടുപ്പിട്ട ഓട്ടോറിക്ഷ? കൊള്ളാലോ. എന്റെ അമ്മ, എന്റെ കാരണ എന്റെ അപ്പ. എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ. താമസിച്ച് വന്നതിന് വഴക്ക് പറയുന്നത് പോലെ ഇനിയിപ്പോ നേരത്തെ വന്നതിന് വഴക്ക് പറയണ വെച്ചു. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്റെ മോളെ, പിൻവലിച്ചു. ആ അങ്ങനെ മര്യാദക്ക് വൈകി വാ. അല്ലേ, കുളിക്കണ്ട നമുക്ക്? എന്താ ധൃതി? പതുക്കാവാം. പിന്നെ ഒരു കാര്യമുണ്ട്. ഞാനേ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാണ്. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? പോലീസുകാർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, എന്നാ പിന്നെ ഞാനും ഒന്ന് കണ്ടേക്കാന്ന് വെച്ചു. ഇല്ല, ഇനിയിപ്പോ എന്റെ ധൈര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നെ ഇനി അവരുടെ കൂടെ ചേർക്കാനാണോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്താ നീ ചെയ്ത ധീരത? അത് കൂടെ കേക്കട്ടെ. ഞാൻ ഈ വീട്ടിൽ കയറിയില്ലേ, അതിന് ധൈര്യം വേണ്ടേ? പിന്നെ ഞാൻ 5 ചെലന്തിയെ കൊന്നിട്ടുണ്ട്, അറിയാമോ? എങ്കിൽ പിന്നെ നിന്നെ കുറഞ്ഞൊരു SI എങ്കിലും. ഓ, അപ്പൊ പോലീസ് ആകാൻ പോകുന്നോണ്ടായിരിക്കും എനിക്കുള്ള ആഹാരം നേരത്തെ കൊണ്ടുവന്നു. എന്താ സംശയം? വിശക്കുമ്പോ ഇതിനകത്തുനിന്ന് എടുത്ത് കഴിച്ചോണം. വരാൻ താമസിച്ച ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച് വെള്ളം കുടിച്ചോണം. സമ്മതിച്ചു. എന്നാ പിന്നെ കുളിക്കാൻ നമുക്ക്? വേണ്ട വേണ്ട, നീ പോയിട്ട് വന്നിട്ട് വൈകിട്ട് പറ്റത്തില്ല, ഇപ്പൊ തന്നെ കുളിച്ചണം. വൈകിട്ടാവട്ടെ മോളെ. ഓ എന്റെ അമ്മ, ശുദ്ധി വെത്തി ഇല്ലാത്തൊരു ശാനം. അമ്മയാണ് എത്ര അമ്മ. പല്ലെങ്കിലും തേച്ചോ നോക്കട്ടെ. പോടി കളിയാക്കാതെ. സത്യം പറ, എന്തിനാ നീ പോലീസ് സ്റ്റേഷനിൽ പോണേ? ഞാനേ എന്റെ സ്വന്തം ഇഷ്ടത്തിനാ രാഹുലിനൊപ്പം വന്നേന്ന് പറയാൻ. എന്തിനാ അങ്ങനെ പറയുന്നേ? അല്ലേലേ അവര് രാഹുലിനെ ഉപദ്രവിച്ചൂലേ. ഞാനേ ബിസ്ക്കറ്റ് മെല്ലെ ഇട്ട് വെക്കാവേ. കുട്ടിമണി, കുട്ടിമണി. ഹലോ, നമ്മളിവിടെ ഉണ്ട്. കുട്ടിമണി, നമ്മളെയൊക്കെ ഒന്ന് ഗവനിക്കാൻ കേട്ടോ. തന്റെ പാട് നോക്കിപ്പോടും. കൂടുതൽ വിളച്ചെടുത്തല്ലേ തന്റെ ഇവിടുത്തെ പാർക്കിംഗ് ഞാൻ നിർത്തിക്കും. ഈ റോഡെന്താ കൊച്ചിന് സീതനായിട്ട് പതിച്ചു തന്നിരിക്കുകയാണോ? ദേഷ്യം വരുമ്പോഴാ ചന്തം കൂടുതൽ. കുട്ടിമണി ചേച്ചി, അവള് ഇതുവരെ വന്നില്ലേ? ഇല്ലടാ. അയ്യോ, എന്തിനാ രാവിലെ കിടന്ന് ബാലം വെക്കുന്നേ? ഞാൻ വരുവല്ലേ. എന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് നീ അവിടെ നിന്ന് താളം ചവിട്ടിട്ട് കാര്യമുണ്ടോ? ഇങ്ങോട്ടൊന്ന് റെഡിയാക്കേ. ഓ എനിക്ക് വയ്യ എന്റെ അമ്മോ, ഇങ്ങനെ ഒരു ശാനം. വാ ഇങ്ങോട്ട്. പോടാ. പിച്ചളെ, അവൻ കുട്ടുവിനെ കൊണ്ട് വരുവോ? അവളെ എന്റെ കൂടെ വിടുവോ ഇവര്? എന്റെ മനസ്സ് ജമ്പായി. കുട്ടിമണി പെങ്ങളെയും കൂട്ടി ഇവിടുന്ന് പോവാന്ന് വിചാരിക്കണ്ട. ആ ചെക്കൻ പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. SP സാറ് രാഹുലിനും കുട്ടിമണി പെങ്ങളെയും ചോദ്യം ചെയ്യും. നമ്മൾ പറയണതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാവുമ്പം അവനെ കസ്റ്റഡിയിലെടുക്കും. കുട്ടിമണി പെങ്ങളെ പോലീസിന്റെ സംരക്ഷണത്തിൽ എവിടെയെങ്കിലും താമസിപ്പിക്കും. ഇതൊക്കെയാ നടക്കാൻ പോണെന്ന് മുംതാസ് മാഡം പറഞ്ഞില്ലേ? പറഞ്ഞു.
എന്നാലും പഠിച്ച കള്ളനവൻ. വയലോരം വീട്ടിൽ നിന്ന് കുട്ടുവിന്റെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോ അവൻ പറഞ്ഞത് ഓർമ്മയില്ലേ പിച്ചളയ്ക്ക്? പിന്നെ ഓർമ്മയില്ലാതിരിക്കും. അവൻ വെറും ജോലിക്കാരനാണെന്ന്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ മുന്നേ നമുക്ക് ചോദിക്കണം, ഇതാണ് നിന്റെ ജോലിയെന്ന്. പക്ഷെ പിച്ചളെ, രായ്ക്ക് രാമാനം കുട്ടുവിനെ കൊണ്ട് മാണിക്യമംഗലത്തുനിന്ന് കടന്നവനവൻ. കുടിലതയുടെ മനുഷ്യാവതാരമായ ജലജകുമാരി പോലും അവനെ സംശയിച്ചില്ല. അവനെ നിസ്സാരക്കാരനായി കാണരുത്. നമ്മളും നിസ്സാരക്കാരല്ലല്ലോ ഭായി. അവനെ പറ്റി മുംതാസ് മേഡത്തോട് സൂചിപ്പിച്ചത് നമ്മളല്ലേ? നമ്മുടെ സംശയ സത്യയില് എന്താ അതിന്റെ അർത്ഥം? അവന്റെ കുബുദ്ധിയെ വെല്ലുന്ന ബുദ്ധി നമുക്കുണ്ടെന്നല്ലേ? ഏതിരുട്ടിലും നന്മ പ്രകാശിക്കും. അങ്ങനെ വിശ്വസിച്ചാൽ മതി. ബൈ. മേഡം. അവരെത്തിയോ? ഇല്ല മേഡം, വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. അവൻ അവളെയും കൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോയി കാണുമെന്ന് എന്റെ പേടി. അങ്ങനെ ഒരു ഫൂളിഷ്നെസ് കൂടി അവൻ കാണിച്ച തീർന്നു അവന്റെ കാര്യം. സെർച്ച് വാറന്റ് അടിക്കും ഞാൻ. പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വരും അവന്റെ മുഖം. ഫേസ്ബുക്കും വാട്സപ്പും വഴി നാട്ടുകാർ തേടി പിടിക്കും അവനെ. സ്വന്തം പേര് പോലും മറന്നുപോയൊരു പെണ്ണിനെ. അവൾ മെന്റലി ഡിസേബിൾഡ് കൂടിയാണെന്ന് ഓർക്കണം. അവളെ ചീറ്റ് ചെയ്തവനെ 5-8 വർഷമെങ്കിലും ജയിലിലാക്കാനുള്ള നിയമമുണ്ട് ഈ നാട്ടില്. ഓക്കെ, അവൻ അറിയായിരിക്കും. അതുകൊണ്ട് കൂടുതലും ഇടുക്കുകാട്ടാൻ നിൽക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ മാഡം പറഞ്ഞത്. ഇനിയിപ്പോ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. മാഡം പറഞ്ഞ കേട്ടപ്പോ ആശ്വാസമായി. ഇനിയിപ്പോ അവൻ വന്നില്ലെങ്കിലും കുട്ടിമണി പെങ്ങളെ തേടി പിടിക്കാനുള്ള വഴി തരുന്നല്ലോ. ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ശരിയാവോ. SP സാറുമായി വേറെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾ പുറത്തു നിന്നാ മതി. ശരി മാം. വാ. പിച്ചളെ കാണുന്നില്ലല്ലോ. വരുമായിരിക്കുമല്ലേ? വരും ബായ്. വാ. എത്രയായി? 50 രൂപ. ദാ. വാ. ഇതുവരെയായിട്ട് അവരെത്തിയില്ലേ? ഇല്ല മാഡം. സമാധാനിക്ക്, അവര് വരും ബായ്. എന്താ? വാ കുട്ടിമണി. കുട്ടിമണി, പേടിക്കട്ടെ കുട്ടിമണി. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. കുട്ടു, കുട്ടു. പിച്ചളെ കണ്ടോ? അവള് എന്നെ ഒന്നും നോക്കിയത് പോലും ഇല്ല. കണ്ട ഉടനെ തിരിച്ചറിയുന്നതാണോ മനസ്സ് ജമ്പായി കരുതിയത്? അങ്ങനെ ഒന്നും കഥകളിൽ പോലും സംഭവിക്കില്ല ബൈ. പോലീസുകാർ അവനെ ചോദ്യം ചെയ്യട്ടെ, എന്നിട്ട് കുട്ടിമണി പെങ്ങളെ ഏറ്റെടുക്കട്ടെ. തൽക്കാലം ബായ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് അകത്തേക്ക് ചെല്ലാം. വാ. വാ. ഓക്കെ സർ. ശരി സർ. ഓക്കെ, ഞാൻ വിളിക്കാം. നിനക്കെന്തടാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാ വരാനൊരു മടി? ആരോ കളിപ്പിക്കാൻ വിളിച്ചതാണെന്ന് കരുതി മാഡം. ഇന്നലൊരു സാറ് വീട്ടിൽ വന്നപ്പോഴാ പോലീസുകാർ തന്നെയാ വിളിച്ചതെന്ന് മനസ്സിലായത്. പോലീസ് തന്നെയാ വിളിച്ചതെന്ന് നിനക്ക് മനസ്സിലായതേ ഇല്ലടാ? അയ്യോ ഇല്ല മാഡം. അതെന്താടാ അങ്ങനെ? ഭാര്യയും അമ്മയായ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാൽ കേസെടുക്കാൻ ഈ നാട്ടിൽ നിയമമില്ലെന്നാണോ നീ വിചാരിച്ചത്? ഞാൻ ആരും ഇവിടെ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല മാഡം. കുട്ടിമണി സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. എട്ടും പൊട്ടും തിരിയാത്ത മെന്റലി ഡിസേബിൾഡ് ആയ ഒരു പെൺകുട്ടിക്കാണോടാ സ്വന്തം ഇഷ്ടം? കുട്ടിത്തം നിറഞ്ഞ മനസ്സാണ് കുട്ടിമണിയുടെ എന്ന് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇവക്ക് കള്ളം പറയാനും അറിയില്ല. ഇല്ലെങ്കിൽ മാഡം ചോദിച്ചു നോക്ക്, സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ കൂടെ ഇറങ്ങി വന്നേന്ന്.
കുട്ടിമണി നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഓ എനിക്ക് പോലീസിനൊന്നും പേടിയില്ലല്ലോ. പിന്നെ ആരെയാ പേടിയുള്ളത്? രാഹുലിനെയാണോ? രാഹുലിനെ എന്തിനാ പേടിക്കുന്നേ? രാഹുലൻ നല്ലതാ. എനിച്ചതേ അവരെയാ പേടി. അവരെന്നെ പിടിച്ചോണ്ടോ ചീത്ത. ആശുപത്രി വന്നു എന്നെ പിടിച്ചോണ്ടോ നോക്കിയതാ. ആ കർമ്മനില്ലേ, ആ കർമ്മൻ അവനെന്നെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടോ നോക്കിയതാ. അവരാരാണെന്ന് കുട്ടിമണിക്ക് അറിയോ? ആ ഇല്ല, ഞാനേ വലിയ കുട്ടിയാ. എനിക്ക് ഇഷ്ടമല്ലാവരുടെ കൂടെ പോകാൻ എന്നോട് എല്ലാരും പറഞ്ഞു. എനിക്ക് രാഹുലിനെയാണ് ഇഷ്ടം. ഞാൻ SP സാറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ വിളിപ്പിക്കാം. ശരി മാഡം. ശരി. അടുത്തേക്ക് വല്ല ഞാൻ ബാലം വെക്കും. സീനുണ്ടാക്കല്ലേ ഭായ്, ഇത് പോലീസ് സ്റ്റേഷനാ. മനസ്സജനെ കുട്ടിമണി തിരിച്ചറിയ പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്താലോ സർ? ട്രീറ്റ്മെന്റ് വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ കുട്ടിയും അവൾക്ക് വേണ്ടപ്പെട്ടവരുമല്ലേ. മനസ്സജൻ അവളുടെ ഭർത്താവാണെന്ന് നമുക്കറിയാലോ സർ. വിവാഹം നടന്നതിന്റെ രേഖകളും കയ്യിലുണ്ട്. അതുകൊണ്ടെന്താ പ്രയോജനം? പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് എവിടെയും താമസിക്കാമല്ലോ. അതൊരു തെറ്റല്ല. വിവാഹബന്ധം വേർപെടുത്താതെ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് മാത്രമാണ് തെറ്റ്. ആ നിയമത്തിന്റെ ബലത്തിലാണല്ലോ ഭർത്താവിനെയും മക്കളെയും വിട്ട് ചാടിപ്പോകുന്ന ഭാര്യമാർ പിടിച്ചു നിൽക്കുന്നത്. ദ സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് കേസ്. ഇതൊരു കുടുംബ പ്രശ്നം മാത്രമാണ്. മനസ്സിലായി സർ. മനസ്സജനെ വിളിക്കും. ശരി സർ. മനസ്സജൻ വാ. കുട്ടിമണിയുടെ പെരുമാറ്റത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സജന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരമൊരു കേസിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ട്. നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതായിരിക്കും നല്ലത്. കുട്ടിമണി വിട്ടുതരുന്നില്ലെന്ന് പറഞ്ഞ് കോർട്ടിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് നോക്കൂ. അതാവും നല്ലത്. കോടതിയിലും അവൾ ഇതൊക്കെ തന്നെയാവില്ലേ മാഡം പറയാൻ പോകുന്നത്? അതിൽ സംശയമൊന്നുമില്ല. പിന്നെ കുട്ടിമണിയുടെ മനോനില മോശമാണെന്ന് വാദിച്ചു നോക്കാം എന്നതേ ഉള്ളൂ. മുംതാസ്, അവരെ വിളിക്കും. സർ. മിസ്റ്റർ മനസ്സുജൻ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കുട്ടിമണി വീണ്ടെടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവൂ. മനസ്സിലായി സർ. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമസ്കാരം. ഇയാളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങണം. ID കാർഡിന്റെ കോപ്പിയും വാങ്ങിവെക്കണം. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇയാൾക്കൊപ്പം പോയതെന്ന് കുട്ടിമണിയെ കൊണ്ട് എഴുതി ഒപ്പിടിക്കണം. സാർ, കുട്ടുവിന് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല സാർ. അത് ഇയാളാണോ തീരുമാനിച്ചത്? എനിക്ക് ഒപ്പിടാൻ വരെ അറിയാം. കാണണം. കാണണം. ഞാനൊരു പേപ്പർ എടുത്തു തരാം. സർ. ഇതിലൊന്ന് ഒപ്പിട്ട് കാണിച്ചേ. Yeah.